ആവേശത്തിന്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ ഒരു വാക്കുണ്ട്, റീ ഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറഞ്ഞാൽ. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. കാരണം രംഗ എന്നൊരു ക്യാരക്ടർ ഒരു കൾട്ട് ലെവൽ ക്യാരക്ടറാണ്. മലയാള സിനിമ ഹിസ്റ്ററിയിൽ തന്നെ എക്കാലത്ത് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു എവർഗ്രീൻ ക്യാരക്ടറാണ്. ഫഹദ് ഫാസിൽ അല്ലാതെ ആ ഒരു ക്യാരക്ടറിനെ വേറൊരാളായിട്ട് റീപ്ലേസ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിന് ഉപരി ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ പണ്ടെങ്ങനെയാണ് മലയാള സിനിമയിൽ തന്നെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇത്തരത്തിലുള്ള കുറെ ഐക്കോണിക് ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കി വെച്ചത്, അതുപോലെ തന്നെ ഈ രംഗ എന്നൊരു ക്യാരക്ടറും മറ്റാർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് തന്നെ നിലനിൽക്കും. ആൻഡ് ഈ ഒരു സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫാഫ ചെയ്തിട്ടുള്ളതും തെരഞ്ഞെടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ വളരെ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്, വിച്ച് നോ വൺ ക്യാൻ റീപ്ലേസ്. അതിൽ തന്നെ മൂപ്പർ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്പർ ഓഫ് ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള ചില സിനിമകളിലെ ചില ക്യാരക്ടേഴ്സ് അതിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും അതിന്റെ റീമേക്ക് ചെയ്താലും ആർക്കും തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ തൊടാൻ പേടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ തന്നെ ചങ്ങായി. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിലെ മഹേഷും, തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയിലെ പ്രസാദ്, ഫാഫയ്ക്ക് നാഷണൽ അവാർഡ് അടക്കം കിട്ടിയ ആ ഒരു ക്യാരക്ടർ ചെയ്തതിന്, ദെൻ ഞാൻ പ്രകാശനിലെ പ്രകാശൻ, കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി എന്നീ ക്യാരക്ടേഴ്സ് ഒക്കെ ഫാഫ അല്ലെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല എന്ന ലെവലിലാണ് മൂപ്പർ അതിനെ ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ട്രാൻസിലെ പാസ്റ്റർ ജോഷുവ ഗാൾട്ടൺ, ആ സിനിമ വലിയ ചർച്ച ചെയ്യപ്പെടാത്ത സിനിമ ആയതുകൊണ്ട് ആ ക്യാരക്ടേഴ്സും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു പാസ്റ്റർ ജോഷുവ ഗാൾട്ടൺ. ദെൻ ജോജി എന്ന സിനിമയിലെ ജോജി, മാലിക്കിലെ അലീക്ക എന്നീ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ഇതിനൊക്കെ മറ്റൊരു പ്രത്യേകത, ഒരു കഴിഞ്ഞൊരു 10 വർഷ കാലത്തിനിടയിലാണ് ഇതൊക്കെ വന്നു പോയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെയാണ് മലയാള സിനിമയുടെ ഒരു ഫോൾ ആൻഡ് റൈസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ റീസെന്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ ഹൈപ്പോ, വലിയ കുതിച്ചാട്ടം മാത്രമല്ല, അതിന് മുമ്പ് വളരെയധികം ലേ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തും ഫാഫ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ മലയാള സിനിമ നല്ല ഘട്ടത്തിലൂടെയും മോശം ഘട്ടത്തിലൂടെ ഒക്കെ പോകുമ്പോഴും തന്റേതായ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ സെലക്ഷൻ എപ്പോഴും ചെയ്യാൻ ഫാഫയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ മലയാള സിനിമയെ കുറിച്ച് ആരെങ്കിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിലൊരു പ്രധാന അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഫാഫ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ ബോളിവുഡ് മുതൽ താഴോട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വരെ ഒട്ടുമിക്ക എല്ലാവരും ഏതെങ്കിലും ഒരു ക്യാരക്ടർ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാഫയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊരു ടോക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ മാറുന്ന മലയാള സിനിമയെ പറ്റി എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് റോയിൽ തന്നെ ഇരുത്തേണ്ട ആളാണ് ഫാഫ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള ഇൻഡസ്ട്രീസിലും പോയി ഷൈൻ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. പുഷ്പയിലെ ബൻവർ സിംഗ് ഷിക്കാവത്ത് എന്ന ഒരു IPS ക്യാരക്ടറിന്റെ കൂണ്ട് വിളയാട്ടൊക്കെ നമ്മൾ ഇനി പുഷ്പ 2-ലായിരിക്കും കാണാൻ പോകുന്നത്. പുഷ്പ 1-ൽ അതിന്റെ ചെറിയൊരു ഗ്ലിംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഒരു ചെറിയ സീക്വൻസിലടക്കം കയ്യടി വാരിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുഷ്പ 2 ഒക്കെ വരുമ്പോൾ അതിന്റെ സ്കെയിലും അതിന്റെ സ്കോപ്പൊക്കെ ഒന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ ഏറ്റവും അധികം ചെലവ് കൂടുന്ന ഹയസ്റ്റ് ബഡ്ജറ്റ് ഫിലിംസിൽ ഒന്നാണ് പുഷ്പ 2 ഒക്കെ. ഏകദേശം ഒരു 500-600 കോടി സിനിമയാണ്. ഇത്രയും ബഡ്ജറ്റുള്ള ഇത്രയും സ്കെയിലുള്ള ഒരു ഇന്ത്യൻ സിനിമയിലെ ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ ഒരു മലയാളം ആക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലെവൽ ഒന്ന് ആലോചിച്ചാൽ മതി. ദെൻ LCയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്പേസ് നമുക്കറിയാം. ഇനി വരാതിരിക്കുന്ന വിക്രം 2-ലും കൈദി 2-ലൊക്കെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇദ്ദേഹത്തിന് ഇപ്പൊ തന്നെ ഉണ്ട്. ഈവൻ വിക്രം എന്നൊരു സിനിമ അതൊരു ഫുൾ ഓൺ ഫുൾ കമലഹാസൻ മൂവി, കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിനിമ, അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഫാഫ മാത്രമേ ഉള്ളൂ, നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സിനിമയിലെ ലൊക്കേഷൻ ഫാഫേനെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു റോളായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത്. സോ ഫാഫയുടെ ഒരു വാല്യൂ നമ്മൾ മാത്രമല്ല മറ്റുള്ള എല്ലാവരും തന്നെ ഇപ്പൊ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ മാമൻ എന്ന ചിത്രത്തിലെ രത്നവേൽ, ആ ഒരു സിനിമ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തെന്നല്ല, ആ ഒരു ക്യാരക്ടർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ആ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തമിഴ് ഓഡിയൻസ് മുഴുവനായിട്ട് ആ ഒരു സിനിമയെ പറ്റിയല്ല ഈ ഒരു ക്യാരക്ടറിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്റ്റാറ്റസ് മെറ്റീരിയൽ തന്നെയായ ഒരു ക്യാരക്ടർ അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു ക്യാരക്ടറായി പോയി രത്നവേൽ. ദെൻ തമിഴിൽ തന്നെ വരാനിരിക്കുന്ന മാരീസൻ, വേട്ടയ്യൻ എന്നീ സിനിമയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ റോൾസ് തന്നെ ആയിരിക്കും ഫാഫയെ നോക്കിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. പണ്ടൊക്കെ നോൺ മലയാളം സിനിമകളിൽ ഒരു മലയാളം ആക്ടറിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് കിക്ക് ക്യാരക്ടർ ആയിരിക്കും, വെറുതെ ജസ്റ്റ് ഒരു മലയാളം ഓഡിയൻസിനെ കൂടി കിട്ടാൻ വേണ്ടി മാത്രം കൊണ്ടിടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഫാഫേനെ കാസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെയല്ല. ആ ഒരു ക്യാരക്ടർ മൂപ്പര് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നൊരു ഉറപ്പ് വരുമ്പോൾ മാത്രമാണ് ഫാഫയ്ക്ക് ആ ഒരു റോൾ കൊടുക്കുക. അതുപോലെ തന്നെ ആളുടെ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ അടിപൊളിയാണ്. വലിച്ചു വരെ എല്ലാ ക്യാരക്ടേഴ്സിനും എടുക്കാതെ തനിക്ക് ഷൈൻ ചെയ്യാനായിട്ട് താൻ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും യൂണിക്നെസ് ആ ഒരു ക്യാരക്ടറിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ഒരു ക്യാരക്ടേഴ്സ് എടുക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഫാഫയുടെ ഇതുവരെയുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും. പക്ഷെ രംഗ ഇസ് എൻ എക്സെപ്ഷണൽ ക്യാരക്ടർ. ഇദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഏറ്റവും മികച്ച ക്യാരക്ടേഴ്സിലൊന്നാണ് രംഗ. അദ്ദേഹത്തിന് വൺ ഓഫ് ദി ബെസ്റ്റ് 3 ക്യാരക്ടേഴ്സിൽ ഇപ്പോൾ ഒരു സ്ഥാനം ഈ രംഗ എന്നൊരു ക്യാരക്ടറിന് ഉണ്ടാവും. കാരണം വെറുതെ വന്ന് എന്തെങ്കിലും കാണിക്കാമല്ലോ ആ ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന്റെ ആർക്കും ആ ഒരു ക്യാരക്ടറിന്റെ ട്രാൻസിഷൻസ് ഒക്കെ തന്നെ വേറെ ലെവലാണ്. കാരണം ഒരു ആക്ഷൻ കോമഡി മൂവിയിൽ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് തന്നെയാണ് ഈ സിനിമ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ഒരു ക്യാരക്ടർ എല്ലാ സമയത്തും ഒരേപോലെയല്ല. ആ ഒരു ക്യാരക്ടർ ഭയങ്കരധികം ഫണ്ണിയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഭയങ്കരധികം സ്കെയറിയാണ്. ഈ രണ്ടും തമ്മിലുള്ള ട്രാൻസിഷൻ നമ്മൾ പല സമയത്ത് സിനിമയിൽ അങ്ങിങ്ങായിട്ട് കാണുന്നുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്നാണ് ട്രാൻസ്ഫോം ആവുക. ഇതിപ്പോൾ ഷമ്മിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഒരുപടി കൂടി മാറ്റി
കുറച്ചും കൂടി പ്രോ ലെവൽ ഈ ക്യാരക്ടർ ഇതിനിടയിലൂടെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. സോ ഈ 3 ട്രാൻസിഷൻസ് ഒരേപോലെ ഒരു സിനിമയിൽ ഓരോ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതും ഈ ഒരു ലിമിറ്റഡ് സ്പേസിലും ടൈമിലും നിന്നുകൊണ്ട് സോ ഭയങ്കര അധികം കൺസ്ട്രക്ട് ആയി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതിനെ ഇത്തരം പേരുടെ മുമ്പിൽ പെർഫോം ചെയ്യുക പറയുന്നതും എളുപ്പപ്പണിയല്ല. ആ ക്യാരക്ടറിനെ കിഡിലിനായിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വരില്ല. പക്ഷെ എത്രയൊക്കെ തന്നെ എഴുതിയാലും സ്ക്രീനിൽ അത് പെർഫോം ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ്. ഈ ക്യാരക്ടറിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. അത് വിടാതെ തന്നെ ഒരു സമയത്ത് പോലും ഡ്രോപ്പ് ആവുകയാണ്. ഫുൾ ഓൺ ഫുൾ എൻറ്റയർ സിനിമയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ക്ലൈമാക്സിലൊക്കെ കാണിക്കുന്ന ആ സാധനമൊക്കെ തീയായിരുന്നു, തീപ്പൊരിയായിരുന്നു. ആ ഒരു വീട്ടിനകത്തുള്ള ആ ഒരു കഥക് വെട്ടിപ്പൊളിക്കുന്ന ആ ഒരു സീനൊക്കെ എനിക്ക് ഷൈനിങ്ങിന്റെ റെഫറൻസ് പോലെയാണ് തോന്നിയത്. ആ പടത്തിനൊക്കെ ബിഹൈൻഡ് ദ സീൻസിൽ ജാക്ക് നിക്കോൾസൺ ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു 10-15 മിനിറ്റ് മുമ്പേ പ്രിപ്പയർ ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ എൻറ്റയർ മൂവിയിൽ എപ്പോഴും ആ ഒരു സ്റ്റേബിൾ മൈൻഡോടെ നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര ബാക്ക് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പിടുത്തില്ല. ആൻഡ് ഇതിനൊക്കെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്ന് ഒരു ക്യാമറ വെച്ച് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്ന സാധനമല്ല. ഇത്രയും പേരുടെ മുമ്പിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ആ പടത്തിൽ ഒരു ഡാൻസ് കളിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി തോർത്തെടുത്തിട്ട് നമ്മൾ ആരും ഇല്ലാത്ത വീട്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരു സാധനം ഇത്രയും ദിവസം നമ്മൾ ഡെയിലി കാണുന്ന, ഡെയിലി നമ്മൾ ഷൂട്ടിന്റെ കൂടെയുള്ള ഒരു 10, 100, 200 പേരുടെ മുമ്പിലാണ് ഇത് പെർഫോം ചെയ്യുന്നത് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഒരു മടിയും കൂടാണ്ട് പെർഫോം ചെയ്ത് ഇങ്ങനെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര റീടേക്ക് എടുത്തിട്ടുണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഇതൊക്കെ ഒരു സാധാരണക്കാരനല്ല, എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് വെച്ചാലും ഇതിനൊക്കെ തന്നെ ഒരു മടി കാണിക്കും. പക്ഷെ അതൊക്കെ തന്നെ മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കിഡിലൻ ക്യാരക്ടേഴ്സ് ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് രംഗ എന്നൊരു ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊരു 10 വർഷം മുമ്പാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്രയും റിഫൈൻഡ് ആയിട്ട്, ഇത്രയും കിഡിലിനായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് മുഴുവനായിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഷമ്മിക്ക് മുമ്പാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെങ്കിൽ ഇത് ഇതേപോലെ വന്നിട്ടുണ്ടാവില്ല. ഷമ്മി എന്നൊരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവരുതെന്ന് വിചാരിച്ച് അവർ ക്ലൈമാക്സ് പോർഷനിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ തന്നെ ഒരു പ്രോമാക്സ് വെർഷനാണ്. സോ ഇത്തരത്തിൽ ക്യാരക്ടർ സെലക്ഷന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ ആക്ടറാണ് ഫാഫ എന്ന് ഒരിക്കൽ കൂടി ആവശ്യം സിനിമ തെളിയിക്കുന്നു. സോ റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന ഒരു വേർഡ് കാണുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആരാണ് ഫാഫ, എന്താണ് ഫാഫ, ഇങ്ങനെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നുള്ള ഒരു പിടുത്തില്ലാത്ത, ഒരു രക്ഷയില്ലാത്ത പൊളി മനുഷ്യനാണ് മൂപ്പര് എന്ന് ഒരിക്കൽ കൂടി ആ ഒരു വേർഡ് ഓർപ്പിക്കുന്നു. ആൻഡ് ആ ഒരു വേർഡ് ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യങ്ങളിൽ ഒന്ന്, പ്രസന്റ് ഡേ ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒന്നും കൂടിയാണ് ഫാഫ എന്നുള്ളതാണ്.